ചെറിയ കുഞ്ഞ ഡസ്റ്റ്ബിന്നുകൾ അതായത് ബാത്റൂമിലും ചിലപ്പോൾ റൂമിലൊക്കെ ഉപയോഗിക്കാൻ കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. ചെറിയ ഡസ്റ്റ് ഇതൊക്കെ ഒരെണ്ണം എത്ര രൂപയായിരിക്കും തന്നെ? ഇതിന് 70 രൂപ വരുന്നത്. 70 രൂപ. പിന്നെ ഇത് നമ്മൾ നോർമൽ സാധാ ഇത് തന്നെ, സാധാരണ നമ്മൾ നോർമലായിട്ട് വരുന്നത് തന്നെ. ചോറൊക്കെ മൂടി വയ്ക്കാം, എന്തെങ്കിലും മേശപ്പുറത്തൊക്കെ വെച്ച് 40 രൂപ വരുന്നുള്ളൂ. ഈ കൊട്ടയ്ക്ക് ഇത്രയും വലിപ്പമുള്ള കൊട്ടയ്ക്ക് 40 രൂപ. ഇതിന്റെ റേറ്റ് പറയുന്നത് 560 രൂപയാണ്. ഏറ്റവും വലിയ സാധനം വലിയ ലോണ്ടറി. അതും തന്നെയല്ല ഇതിന്റെ നെയ്ത്തുകളുണ്ടാവും, ഓരോ ഇതിന്റെ വ്യത്യാസം, ഡിസൈൻ വ്യത്യാസങ്ങളുണ്ടാവും. ഇത് തന്നെ പല മോഡലുകളും ഉണ്ട് കേട്ടോ, പല റേറ്റിന്റെയും പല മോഡലുകളും ഉണ്ട്. കുറഞ്ഞ മോഡൽ ഇതൊക്കെ ഇത് ഒരേ റേറ്റിന്റെ തന്നെയാണ് ഈ ഇരിക്കുന്നതൊക്കെ, ഒരേ റേറ്റിന്റെ തന്നെയാണ്. സെയിം തന്നെയാണ്, കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ മരുന്നുകൾ ഇട്ട് വയ്ക്കാം, അങ്ങനെ പല വീട്ടിലൊരു രോഗി ഉണ്ടെങ്കിൽ അവർക്കിടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റിയ ഓരോ ടിന്നുകൾ ഈ മെഡിക്കൽ ഷോപ്പുകളിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ സൈസ് സാധനങ്ങൾ. ഇതിനൊക്കെ റേറ്റ് എങ്ങനെയായിരിക്കും? ഇതിനൊക്കെ വരുന്നത് ഒരു 175 രൂപ. ഇതില്ല, അതിന്റെ തന്നെ ചെറുതിന് വരുന്നത് 54 രൂപ. അതിന്റെ ഇത് തന്നെ പല വലിപ്പത്തിന്റെയും പല മോഡലുകളും ഉണ്ട്. ഇതൊക്കെ എത്ര രൂപയായിരിക്കും വരുന്നുണ്ടാവുക? ഈ ബോട്ടിൽ വന്ന് 88 രൂപ വരുന്നുള്ളൂ. നല്ല ക്വാളിറ്റി സാധനം 88 രൂപയ്ക്ക് വരുന്നുള്ളൂ. ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റിയുടെ വരുമ്പോ 32 രൂപയ്ക്ക് വരുന്നുള്ളൂ. ഇതിനൊക്കെ ഇത് നമ്മൾ ഈ ചെടി സിമെന്റ് മണലൊക്കെ കോരാനായിട്ട് ആൾക്കാർ കൊണ്ടുപോകില്ലേ, അതിന്റെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ തന്നെ ചട്ടികൾ. ഇതിന് വരുന്നത് 80 രൂപയാണ് ഈ ഒരു ചട്ടിക്ക് വില വരുന്നത്. തുടക്കണ സാധനങ്ങളല്ലേ? തുടക്കണ നമ്മൾ തുടക്കുന്ന തുണികളാ. ഇത് വരുമ്പോ ഒരു 200 രൂപ 205 രൂപയൊക്കെ ഇതിന്റെ റേറ്റ് ഒക്കെ വരുന്നത്. ഇത് മൊത്തം അങ്ങനത്തെ ഇതൊക്കെ ആ പോളിഗാർഡിന്റെ തന്നെ തുണികളാണ് വരുന്നത്, ഒക്കെ ആ റേറ്റിക്ക് വരുന്നുള്ളൂ. ഇത് വേറെ മോഡലാണോ? അല്ല, ഇതൊക്കെ ഇത് കൂടി സൈസാ. പോളിഗാർഡിന്റെ അതിന്റെ പിടി ഉണ്ട്, ആ പിടിക്ക് നമുക്ക് അധികം പൈസ വരുന്നത്. ഇതിന് എത്ര രൂപ? ഇതിന് ഒരു 300 രൂപയൊക്കെ വരുന്നത്, 350 രൂപ 300 രൂപയൊക്കെ വരുന്നത്. അപ്പൊ അങ്ങനെ തുടക്കണതിന്റെ അപ്പുറത്തുണ്ടെന്നോ? പിന്നെ വില കുറഞ്ഞത് 185 രൂപയുടെ ഒക്കെ റേറ്റ്. പോളിഗാർഡിന്റെ തന്നെ 180 രൂപ അങ്ങനെയുള്ള റേറ്റ്. പിന്നെ അതിന്റെ തന്നെ കുറഞ്ഞ ടൈപ്പുകൾ വേറെ നമ്മുടെ കമ്പനിയിൽ തന്നെ വേറെ മോഡലുകളുണ്ട്. ഇതാണോ? ഇതുണ്ട്. പിന്നെ കാണിച്ചത് ജാസ്മിനൊക്കെ ഈ ഒരു ടൈപ്പ് അല്ലേ? ഇതൊക്കെ ശരിക്കും അത്യാവശ്യം നല്ല തിക്നെസ്സും ഉണ്ട്, നീളമുണ്ട്, എല്ലാ ഇതുണ്ട്. നമ്മൾ പടിയിട്ട് കൊടുക്കും 110 രൂപ 115 രൂപയ്ക്കൊക്കെ നമ്മൾ ഇത് ഈ മൂപ്പൊക്കെ കൊടുക്കുന്നത്. അത് ആ ഒരു ടൈപ്പ് റേറ്റ് ആയിരിക്കും ഇതിന് വരണ്ടാവും. അപ്പം അങ്ങനെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണിത് നമുക്ക് നിലം തുടക്കണതല്ലേ, സാധനങ്ങൾ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. അത് ഇങ്ങനെ കളക്ഷൻസ് ഒരുപാട് ഇവിടെ ഉണ്ട്. പിന്നെ അത് അടിച്ചു വരണ ടൈപ്പ് ഈ ഗാർഡനൊക്കെ അടിക്കണില്ലേ, എന്നിട്ട് നമ്മൾ ഈ കാർ പോർച്ചും ഗാർഡനൊക്കെ അടിക്കുന്ന സൈസ്, ഇതൊക്കെ നമുക്ക് അടിക്കാനൊക്കെ യൂസ് ചെയ്യണം. ഇത് ചില മോഡല് 145 രൂപ ഉണ്ട്, ഇതൊക്കെ 125 രൂപ വില വരുന്നുള്ളൂ ഈ ചൂലുകൾക്കൊക്കെ. ഇതിന്റെ വരണ്ടാവുക. അപ്പൊ അങ്ങനെ നില അടിക്കുന്ന ചൂലുകൾ ഒരുപാട് ടൈപ്പ് ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് ഇവിടെ നിന്ന് നോക്കാം ചേച്ചി. ഇത് പെന്നൊക്കെ ഇട്ട് വയ്ക്കുന്ന സംഭവം അല്ലേ? അതെ അതെ അതെ. ഇതിനൊക്കെ സ്കൂളിലേക്ക് പോകും, പേന, അങ്ങനെ വീട്ടിലെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് പേന, കത്തി, പല ഉപയോഗത്തിനാണ്. ഇതിന് 25 രൂപ ഈ ടൈപ്പിനൊക്കെ വരുന്നത്. അതിന്റെ തന്നെ മോഡൽ 30 രൂപ ഈ മോഡല്. ഇതിന് തന്നെ പല മോഡലുകളും ഉണ്ട്, പല തരങ്ങളുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ ഈ ബ്രഷൊക്കെ ഇട്ട് വെക്കാറില്ല, ഇതിന് തന്നെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം കത്തികള്, പേനകള് അങ്ങനെയൊക്കെ ഇട്ട് വെക്കാൻ യൂസ് ചെയ്യുന്നവരുണ്ട്. ചിലർ പല്ല് തേക്കുന്ന ബ്രഷ് ഇട്ട് വെക്കാൻ. ഇതിന് വരുന്നത് 64 രൂപ 65 രൂപയ്ക്ക് വരുന്നത്. അതിന്റെ തന്നെ മോഡലുകളാണ്. ഇത് സിംഗിൾ ആയിട്ടുള്ളത് വരാം, ഡബിൾ, ഇത് സിംഗിൾ. ഇതിന് 25 രൂപയുള്ളൂ ഇത് സിംഗിൾ വരുമ്പോ. പല കളർ അതുണ്ട്. പിന്നെ അതിന്റെ റൗണ്ട് ഷേപ്പ് അത് പല മോഡലുകളാണ്. പിന്നെ ഇത് വേറെ മോഡല്. അതായത് ഇത് തന്നെ നമ്മള് ചിലവർ അടുക്കളയിലും ബാത്റൂമിലൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്, പല്ല് തേക്കുന്ന ബ്രഷുകളിട്ട്, അങ്ങനെ പല ഉപയോഗത്തിനും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ അതുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ചെറിയ ഡസ്റ്റ്ബിന്നുകൾ ഉണ്ടല്ലേ? പിന്നെ അത് ചെറിയ കുഞ്ഞ ഡസ്റ്റ്ബിന്നുകൾ, അതായത് ബാത്റൂമിലും ചിലപ്പോൾ റൂമിലൊക്കെ ഉപയോഗിക്കാൻ കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. ചെറിയ ഡസ്റ്റ്. ഇതൊക്കെ ഒരെണ്ണം എത്ര രൂപയായിരിക്കും? പിന്നെ
ഇതിന് 70 രൂപ വരുന്നുള്ളൂ. 70 രൂപ 70 രൂപ ഏറ്റവും ചെറുത് 70 രൂപ വരുന്നുള്ളൂ. പിന്നെ അതിന്റെ വലുതാണ് ഈ വരുന്നത്, അതിന് 145 രൂപ വരുന്നത്. 145 രൂപയുടെ കുറച്ച് അത് പല മോഡലുണ്ട്. അത് തന്നെ 3-4 മോഡലുകൾ ഉണ്ട്, വലിപ്പം ചെറുപ്പം അങ്ങനെ പല മോഡലുകൾ. ഇതിന് എത്രയായിരിക്കും മേളിലിരിക്കണ ഡസ്റ്റ്ബിന്? മുകളിലിരിക്കുന്നതിന് 120 രൂപ 145 രൂപ വരുന്നുണ്ട്. അത് ചെറുതിന്. വലുതിന് വരുമ്പോ അതിന്റെ വ്യത്യാസങ്ങൾ വില വരും. ഇവിടെ വലുതുണ്ട് കേട്ടോ. ഇത് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഈ ഒരു ടൈപ്പ് ഡസ്റ്റ്ബിൻ കേട്ടോ. ഇതൊക്കെ എത്രയായിരിക്കും ഉണ്ടാവുക? ഇതിന് 200 രൂപ വരും. 200 രൂപ. നല്ല അത്യാവശ്യം വലിപ്പമുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ. അതുണ്ട് ഇവിടെ. ആ ഒരു ടൈപ്പ് അതിന്റെ തന്നെയാണ് വലുത്. അപ്പൊ ആ വലിപ്പത്തിന്റെ അനുസരിച്ച് നമുക്ക് ഇത്തിരി റേറ്റ് വരും. 240 രൂപ 250 രൂപ റേറ്റ് മാറും. അങ്ങനെയാണ് അതിന്റെ സെറ്റപ്പ് വരുന്നത്. പിന്നെ അതിന്റെ തന്നെ മോഡലാണ് ഇത് വരുന്നത്. നമ്മുടെ സാധാരണ മോഡൽ. ഇത് 175 രൂപയ്ക്ക് വരുന്നുള്ളൂ. അത്യാവശ്യം വേസ്റ്റ് ഒക്കെ ഇടാം, നമ്മളെ ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഇടാം, പല ഇതിനും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വേറെ മോഡൽ ഒരു ഡസ്റ്റ്ബിൻ. ഈ മോഡൽ വരുമ്പോ 115 രൂപയാണ് വരുന്നത്. അത് അങ്ങനെ അതിനെ തന്നെ വെച്ച് നമ്മൾ തിരിച്ചെടുക്കേണ്ട, കൈ കൊണ്ട് തുറക്കാൻ നിൽക്കണ്ട. ആ ഒരു ടൈപ്പ് ഡസ്റ്റ്ബിന്നുകൾ അവിടെ അവൈലബിൾ. ഡസ്റ്റ്ബിന്നൊക്കെ നോക്കുകയാണെങ്കിൽ വേറെ ടൈപ്പാണ്. ഇതുണ്ട് കേട്ടോ. ഇതിൻ്റെ ചെറുത് കണ്ട. ഇതിങ്ങനെ ഡസ്റ്റ്ബിൻ ഇടാൻ പറ്റിയ ചെറിയ ടൈപ്പ് സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഡസ്റ്റ്ബിന്നൊക്കെ നോക്കുന്നവർക്ക് കുറേ മോഡലുകൾ ഉണ്ട്. അത് തന്നെ പല മോഡലുകളും തന്നെ ഉണ്ട്, പല തരത്തിലുള്ള കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഡസ്റ്റ്ബിന്നുകൾ നോക്കുകയാണെങ്കിൽ. പിന്നെ അതിന്റെ തന്നെ SS സ്റ്റീലിന്റെ സാധനങ്ങളാണ് ഈ കാണുന്നത്. ഹോൾഡർ അല്ലേ? ബ്രഷ് ഇട്ട് വയ്ക്കാൻ പറ്റണത്, അടുക്കളയിൽ യൂസ് ചെയ്യാൻ പറ്റണത്. അങ്ങനെ ഇതിന്റെ റേറ്റിന് വന്നത് 100 രൂപ വരുന്നുള്ളൂ. 100 രൂപ ആയിരിക്കട്ടെ. നല്ല SS സാധനമാണ് അത്, സ്റ്റീലിന്റെ. അതിന്റെ ചെറുതുണ്ട്. അതിന്റെ ചെറുതുണ്ട്. ഏറ്റവും ചെറുതിന് വരുന്നത് 50 രൂപ വരുന്നുള്ളൂ. 50 രൂപയുടെ ചെറുതുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ വേറെ സൈസിന്റെ കുറച്ചും കൂടെ വലിയ സൈസിന്റെ ആണെങ്കിൽ അത് അവൈലബിൾ ആണ്. പിന്നെ ഈ മോഡലുണ്ട്. ഇതൊരു 45 രൂപയൊക്കെ ഈ റേഞ്ച് വരണുള്ളൂ. ഇതാകുമ്പോൾ ഇങ്ങനെ തൂക്കിയിടുകയും ചെയ്യാം. പിള്ളേർക്ക് എന്ത് വേണ്ടതിനും നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലായാലും പല കാര്യത്തിനായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇത് തന്നെ മോഡലുകൾ തന്നെ പല മോഡലുകളും പല ടൈപ്പിലും വരുന്നത്. ഇതൊരു മോഡല് വേറെ ഒരു മോഡലാണ്. ഇതിന് 70 രൂപയൊക്കെ വരണുള്ളൂ. ഈ ഒരു മോഡൽ 74 രൂപയൊക്കെ വരുന്നുള്ളൂ. ആ ഒരു റേഞ്ചാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഹോൾഡറുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈപ്പ് ഹോൾഡേഴ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഓർക്കിഡ് ഇടാൻ പറ്റിയ ഓർക്കിഡ് നെറ്റ്. ഇതിൽ ഓർക്കിഡ് വെക്കാനായിട്ട് ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട് നെറ്റിന്റെ. ഇതിന് എത്ര വന്നതിന്? ഇതിന് 15 രൂപയുള്ളൂ. 15 രൂപ കേട്ടോ. ഈ ഒരു ചെറുതിന്റെ 2 കളർ 3 കളറൊക്കെ ഉണ്ട്. കുറെ കളറുകൾ വരാറുണ്ട്. 4 കളറുകൾ ഉണ്ടാവാറുണ്ട്. നമുക്ക് ഓർക്കിഡൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പ് സാധനങ്ങളാണ്. അത് ഉണ്ട് ഇവിടെ അതിലാണ്. പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഉള്ളിക്കൊട്ടകളാണോ? ഇത് ഫ്രൂട്ട്സ് ഇട്ട് വയ്ക്കാം. അത് നമ്മളുടെ വീട്ടിലെ ഉപയോഗത്തിന്റെ അനുസരിച്ച് നമ്മൾ എടുക്കുക. ചിലർ ഉള്ളി ഇട്ട് വയ്ക്കും, സവോള ഇട്ട് വയ്ക്കും, ചിലർ ഫ്രൂട്ട്സ് ഇട്ട് വയ്ക്കും. അങ്ങനെ പല മോഡലും. ഇതിന് 130 രൂപ വരുന്നുള്ളൂ. 130 രൂപ ആയിക്കോട്ടെ. അതെ ഈ ഒരു ടൈപ്പിന്റെ റേറ്റ് അങ്ങനെ നോക്കുകയാണെങ്കിൽ പല കമ്പനിയുടെയും സാധനങ്ങളുണ്ട്. ഒരു കമ്പനിയും ഇല്ല, 3-4 ടൈപ്പ് കമ്പനി ഉണ്ട്. പല മോഡലുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് വേറൊരു ടൈപ്പ്. ഇത് വരുമ്പോ 54 രൂപ വരുന്നുള്ളൂ. വേറൊരു ടൈപ്പാണ് ആ ഒരു സംഭവം ഇവിടെ ഉണ്ട്. പിന്നെ നോക്കണേ അതിന്റെ തന്നെ വലുത്, അതിന്റെ വലുതുണ്ട് ഇവിടെ. ഇത് വരുമ്പോ നമുക്കൊരു 80 രൂപ വരുന്നുള്ളൂ. അതായത് ഇത്രയും നമുക്ക് കഴുകി വയ്ക്കാനൊക്കെ പറ്റും. ഇറച്ചി മീൻ അങ്ങനെയൊക്കെ കഴുകി വയ്ക്കാൻ പറ്റാവുന്ന സാധനങ്ങൾ, വെള്ളം പോകാനായിട്ടുള്ള 80 രൂപ വരുന്നുള്ളൂ ഇതിന്. അത് നല്ല കമ്പനി സാധനം തന്നെ, ഫാമിലി കമ്പനി സാധനം തന്നെയാണ് അത്. അപ്പൊ അതാണ് അതിന്റെ റേറ്റ് വരുന്നത്. 80 ആ റേഞ്ചിലേക്ക് അത് വരണ്ടാവും. പിന്നെ നോക്കുകയാണെങ്കിൽ ഇത് മറ്റേ പാത്രം കഴുകുന്ന, ഇത് സ്ക്രബ്ബറുകൾ പാത്രം കഴുകുന്നത്. ഇതൊരു 4 എണ്ണത്തിന്റെ ഒരു പീസിന്, 4 എണ്ണല്ല 3 എണ്ണത്തിന്റെ ഒരു പീസിന് വന്നത് 40 രൂപ വരുന്നുള്ളൂ. 40 രൂപ വരുന്നുള്ളൂ. 3 എണ്ണത്തിന്റെ ഈ ഒരു ഇതിന് 40 രൂപ ആയിരിക്കട്ടെ. അത് ഈ ഒരു സംഭവം വരുന്നത് റേറ്റ് വരുന്നത് 40 രൂപ ആയിരിക്കും. അപ്പൊ അങ്ങനെ അതേ ഇവിടെ കുറെ ഉണ്ട് കേട്ടോ ഐറ്റം ഇവിടെ. അതും പല മോഡലുണ്ട്. അതിന്റെ തന്നെ ഈ മോഡൽ ഇത് അങ്ങനെ തന്നെ അതിന്റെ തന്നെ മോഡലുകളാണ്. ഇതിന് വരുന്നത് 25 രൂപ ഉള്ളൂ. ഇത് 3 പീസ് തന്നെ 25 രൂപ ആയിക്കോട്ടെ. അതിന്റെ വലുത് തന്നെയാണ് ഇത്. അതിന് 38 രൂപ വരുന്നുള്ളൂ. 38 രൂപ ആ റേഞ്ച് ആയിരിക്കട്ടെ. പിന്നെ അതിന്റെ തന്നെ വേറെ മോഡൽ പ്ലെയിൻ ആയിട്ട് വരുന്നത്. അതിന്റെ തന്നെ മോഡൽ 25 രൂപയുള്ളൂ.
25 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതുണ്ട്. പിന്നെ ഇത് നമ്മൾ നോർമൽ സാധാ ഇത് തന്നെ, സാധാരണ നമ്മൾ നോർമലായിട്ട് വരുന്നത് തന്നെ. ചോറൊക്കെ മൂടി വയ്ക്കാം, എന്തെങ്കിലും മേശപ്പുറത്തൊക്കെ വെച്ച് ഫ്രൂട്ട്സ് ഒക്കെ മൂടി വയ്ക്കാൻ 40 രൂപ വരുന്നുള്ളൂ. ഈ കൊട്ടയ്ക്ക് ഇത്രയും വലിപ്പമുള്ള കൊട്ടയ്ക്ക് 40 രൂപ വരുന്നുള്ളൂ. പിന്നെ അതിന്റെ ചെറുതിന് വരുമ്പോ അതിൻ്റെതായ അതിൽ തന്നെ കുറച്ച് 22 രൂപയൊക്കെ വരുന്നുള്ളൂ. ഇത് 22 രൂപ വരുന്നുള്ളൂ ഈ സാധനത്തിന്. ആ ഒരു ടൈപ്പ് കൊട്ടകൾ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇത് ലോണ്ടറി ബാസ്ക്കറ്റ് ആണോ? ഇത് നമ്മള് മുഷിഞ്ഞ തുണികളൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് കൊണ്ടുപോകും. ഇതൊരു വെറൈറ്റി. ഇതിനൊക്കെ എത്ര റേറ്റ് തന്നെ? ഇതിന്റെ റേറ്റ് പറയുന്നത് 560 രൂപയുള്ളൂ. വലിയതാണ്ടത്, ഏറ്റവും വലിയ സാധനം അത്യാവശ്യം വലിയ ലോണ്ടറി. അതും തന്നെയല്ല ഇതിന്റെ നെയ്ത്തുകളുണ്ട്, ഓരോ ഇതിന്റെ വ്യത്യാസം, ഡിസൈൻ വ്യത്യാസങ്ങളുണ്ട്. ഇത് തന്നെ പല മോഡലുകളും ഉണ്ട് കേട്ടോ, പല റേറ്റിന്റെയും പല മോഡലുകളും ഉണ്ട്. കുറഞ്ഞ മോഡലുണ്ട്, ഇതൊക്കെ ഒരേ റേറ്റിന്റെ തന്നെയാണ് ഇരിക്കുന്നത്, ഒരേ റേറ്റിന്റെ തന്നെയാണ്. സെയിം തന്നെയാണ്, കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇവിടേക്ക് വരാണെങ്കിൽ ഇത് എന്തായിരുന്നു സംഭവം? ഇത് മസാല ബോക്സ്. നമ്മൾ മസാല ബോക്സ് എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ അടുക്കളയിൽ നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങളൊക്കെ ഇട്ട് വെക്കാനൊക്കെ ഉള്ള സാധനം. 125 രൂപ വരുന്നുള്ളൂ ഇതിന്റെ റേറ്റ്. അതിന്റെ പല മോഡലും പല സൈസും ഉണ്ട്, വലിപ്പ വ്യത്യാസങ്ങളുണ്ട്. ഇത് മുട്ട വെക്കുന്ന എഗ് ട്രേ, ട്രാൻസ്പെറന്റ് എഗ് ട്രേ. ഇത് എത്രയായിരിക്കും റേറ്റ് വരണ്ടാവുക? ഇതിന്റെ റേറ്റ് പറഞ്ഞത് 90 രൂപ, 95 രൂപ ആയിക്കോട്ടെ. എഗ് ട്രേകൾ തന്നെയുണ്ട്. അപ്പോൾ എഗ് ട്രേകൾ കണ്ടവർ ഇവിടെ വരാം. പിന്നെ ഇതൊക്കെ കിച്ചൺ ടവലുകളാണോ? കിച്ചൺ ടവലുകൾ, അടുക്കളയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, ടവലുകളൊക്കെയാണ് വരുന്നത്. ഇതിനെത്ര? ഈ കിച്ചൺ ടവലിന് എത്രയാ? ഇതിനാ ഇല്ല, ഇത് ഇവിടെ ഇതിനൊക്കെ വന്നത് 65 രൂപ വരുന്നുള്ളൂ. ഒരു സെറ്റിന് പറഞ്ഞത് ഒരു പീസിന് 60 രൂപ. ഒരു പീസിന് 60 രൂപ. ഒരു പീസിന് 60 രൂപ ആയിക്കോട്ടെ. ഈ ഒരു ടൈപ്പ് ഇതിന്റെ റേറ്റ് വരണ്ടാവുക. പിന്നെ ഇത് കിച്ചൺ ടവലാണോ? ഇതെന്താ സംഭവം? വാഷിംഗ് മെഷീന്റെ കവറാണോ? വാഷിംഗ് മെഷീന്റെ കവറാണെന്നുണ്ട്. വാഷിംഗ് മെഷീന്റെ കവറാ. ഇതിന് വരുമ്പോ 190 രൂപ വരുന്നുണ്ട്. വാഷിംഗ് മെഷീൻ കേടാവാതിരിക്കാനുള്ളത് അതിന്റെ ടൈപ്പ് കവറുകളാണ് കേട്ടത് ഇത് വരണത്. അതുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് ഏപ്രിൽ ഈ ടവലാണ് നമ്മൾ കാറ് തുടയ്ക്കാനായിട്ട്, അടുക്കളയിൽ അങ്ങനെ പ്ലേറ്റുകൾ തുടയ്ക്കാനായിട്ട് എടുക്കില്ല. 60 രൂപയുള്ളൂ. ഇതിന് 3 പീസ് ഉണ്ടാവും. അതിനകത്ത് 3 പീസാണ് വരുന്നത്. 60 രൂപ റേറ്റ് വരുന്നത്. അതുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് അടുക്കളയിൽ നമ്മൾ പാത്രം കഴുകുന്നിടത്തൊക്കെ നമുക്ക് മേത്ത് വെള്ളമൊക്കെ ആവാണ്ടിരിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഏപ്രിനുകളുണ്ട്. കോട്ടന്റെ ഉണ്ട്, പ്ലാസ്റ്റിക്കിന്റെ ഉണ്ട്. അതാ ഇതിപ്പോ കോട്ടന്റെ ഇതിന് 85 രൂപ വരുന്നുള്ളൂ. 85 രൂപ റേറ്റ് ആയിരിക്കും വരണ്ടാവട്ടെ. പിന്നെ ഈ റേറ്റ് ഒക്കെ വരുമ്പോൾ ഒരു 55 രൂപയൊക്കെ വരുന്നുള്ളൂ, 50 രൂപയൊക്കെ ആ റേറ്റ് ഒക്കെ വരുന്നുള്ളൂ. ഇങ്ങനത്തെ മോഡലിന് 50 രൂപ റേറ്റ് ഒക്കെ വരുന്നുള്ളൂ. പ്ലാസ്റ്റിക്കിന്റെ മെറ്റീരിയലുണ്ടോ? ആ ഒരു ടൈപ്പ് ഉണ്ട്. അതായത് നമ്മുടെ മേത്തേക്ക് ഡ്രസ്സുമൊക്കെ ഒന്നും കുക്ക് ചെയ്യുമ്പോൾ തെറിക്കാണ്ടിരിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ അത്. ഏപ്രിൽസ് അതുണ്ട് ഇവിടെ. പിന്നെ ഇത് മറ്റേ കുറച്ച് കഴുകണ ബ്രഷാണ്. നമ്മൾ ഷർട്ട് ഇത് നമ്മൾ തലയിരുന്ന ചീപ്പുകളാണ്. ഇതൊക്കെ തലയിരുന്ന ആണുങ്ങൾക്ക് ജെൻസിന്റെ ചീപ്പുകളാണ് ഇതൊക്കെ. ഇത് മൊത്തം ചീപ്പാണോ? അതൊക്കെ മൊത്തം ചീപ്പുകളാണ് ഇവിടെ മൊത്തം ഇരിക്കുന്നത്. 4 രൂപ 3 രൂപയൊക്കെ വരണുള്ളൂ ആ ചീപ്പിനൊക്കെ. ആ റേഞ്ച് വരണുള്ളൂ. ഇത് മറ്റേ സോപ്പ് സാധാ മോഡല് വില കുറഞ്ഞ ടൈപ്പ് തന്നെ. ഇത് അത് നമ്മള് ബാത്റൂമിൽ സോപ്പൊക്കെ വെക്കാം, കൈ കഴുകാനായിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങളൊക്കെ വെക്കാം. ഇതിന് എത്ര രൂപയാണ് ഈ സോപ്പ് ഹോൾഡർ? ഇതിന് 12 രൂപ 15 രൂപയൊക്കെ ഈ റേഞ്ച് വരുന്ന സോപ്പ് ഹോൾഡർ. ഇതെന്തായാലും സംഭവം? ഇത് കാശ് കാശൊക്കെ ഇട്ട് വെക്കാനായിട്ട്, ചില്ലറ പൈസയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി. അതിന് എത്രയായിരിക്കും റേറ്റ് വരണ്ടാവുക? ഇത് കാരണത്തിന് വന്ന റേറ്റ് ഇത് ആനക്കുട്ടി. അത് തന്നെ പല മോഡലുകളും ഉണ്ട് കേട്ടോ. അതിന്റെ റേറ്റ് വരുന്നത് 45 രൂപ. 10 രൂപയുടെ ഉണ്ട്, 9 രൂപയുടെ ഉണ്ട്. അങ്ങനെ അത് പല റേറ്റിന്റെയും വരുന്നുണ്ട്. അത് പല മോഡലുകളും ഉണ്ട് കേട്ടോ. 45 രൂപയ്ക്ക് റേറ്റ് വരുന്നത്. പിന്നെ ഇത് സോപ്പ് പെട്ടി. അത് 12 രൂപ, 10 രൂപ, അങ്ങനെ പല മോഡലുകളും ഉണ്ട്. ഈ സോപ്പ് പെട്ടികളൊക്കെ അങ്ങനെ പല മോഡൽ സോപ്പ് പെട്ടികൾ 12 രൂപയൊക്കെ വരുന്നുള്ളൂ. ഈ സോപ്പ് പെട്ടിക്കൊക്കെ ആ റേഞ്ചൊക്കെ വരുന്നുള്ളൂ. സോപ്പ് പെട്ടികൾ 15 രൂപ അങ്ങനെയൊക്കെ ആ റേഞ്ചൊക്കെ വരുന്നുള്ളൂ. പിന്നെ 10 രൂപയുടെ സോപ്പ് പെട്ടി ഉണ്ട്. ഇതാണോ ഈ 10 രൂപയുടെ സോപ്പ് പെട്ടിയൊക്കെ വരുന്നതാണ്. 10 രൂപയുടെ സോപ്പ് പെട്ടി ഇതാണ്ടോ 10 രൂപയുടെ.
അങ്ങനെ സോപ്പ് പെട്ടികൾ കാര്യങ്ങളൊക്കെ ഒരുപാട് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ സോപ്പ് പെട്ടിയുടെ ഒക്കെ. അപ്പോൾ അത് പല മോഡലും ഉണ്ട്, ഇഷ്ടംപോലെ മോഡലുകളും ഉണ്ട്, ഇഷ്ടംപോലെ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ വേണ്ടവർ ഇവിടെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ക്ലോത്തിന്റെ ക്ലിപ്പ് നമ്മൾ ഇതൊക്കെ പോവാണ്ടിരിക്കാൻ വേണ്ടി ഇതൊക്കെ 25 രൂപയുള്ളൂ. ഇത് 12 എണ്ണത്തിന് 25 രൂപയുള്ളൂ. 12 എണ്ണത്തിന്റെ ഒരു സെറ്റാണ് 25. അതിന്റെ തന്നെ ഇത്തിരി കൂടിയത് 65 രൂപ. അതായത് 12 എണ്ണം തന്നെ 65 രൂപ. പല മോഡല് ഈ പല കമ്പനിയുടെ സാധനങ്ങൾ. ഇത് 60 രൂപ ഈ ഒരു മോഡല്. ക്ലിപ്പുകളാണ് കേട്ടോ, നമ്മൾ ഡ്രസ്സിൽ ഇടുന്ന ക്ലിപ്പുകളാണ്. അതുകൊണ്ട് ഒരുപാട് ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ 85 രൂപയുള്ളൂ ഈ മോഡൽ. ഇതും പല മോഡലുകൾ തന്നെ. വേറൊരു അതിന് തന്നെ SS-ന്റെ ഉണ്ട്, സ്റ്റീലിന്റെ ഉണ്ട് 80 രൂപ. ഇതാ സ്റ്റീലിന്റെ 80 രൂപയുടെ ഒരു ടൈപ്പ് സ്റ്റീലിന്റെ കേട്ടോ. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടില്ലേ കാശ് കൊടുക്കാന്ന് പറയില്ലേ, അതിന്റെ തന്നെ ഇത് 5 രൂപ 6 രൂപയ്ക്കുള്ള ഒരു ടൈപ്പാണ്. അതിന്റെ ചെറുത് അതിന്റെ തന്നെ 3-4 ടൈപ്പ് ഉണ്ട്. വലിയതുകൾ അതിന്റെ തന്നെ 4 ടൈപ്പ് ഉണ്ട്. ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, പല ടൈപ്പ് മോഡലുകൾ ഇവിടെ പലതും ഇവിടെ അവൈലബിൾ ആണ്. അതുണ്ട് ഇവിടെ. പിന്നെ ഇത് ഗ്ലാസ്സുകളല്ലേ, ചില്ലിന്റെ ഗ്ലാസ്, ചായ ഗ്ലാസ്. നമ്മുടെ വീട്ടിൽ നമുക്ക് ചായ കൊടുക്കാനോ ഉപയോഗിക്കാൻ പറ്റിയ ഗ്ലാസ്സുകൾ, ബീർ ഗ്ലാസ്, സർവത്ത് ഗ്ലാസ്. ഇതൊക്കെ എത്രയായിരിക്കും ഉണ്ടാവുക റേറ്റ്? ഇതൊരു 18 രൂപ 15 രൂപയൊക്കെ റേഞ്ച് വരുന്നുള്ളൂ ഈ ഗ്ലാസ്സുകൾക്ക്. ആ ഒരു റേഞ്ചിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യണ്ടാവും. റേറ്റ് ഇവിടെ വന്നിട്ട് ചോദിച്ചാൽ മതി കേട്ടോ. ഇത് ചായ ഗ്ലാസ് ആണ്, ചായ ഗ്ലാസ്, ചായ ഗ്ലാസ്സുകൾ അതുണ്ട് ഇവിടെ. ഇതിനും ഏകദേശം ഇതിനൊരു 13 രൂപയൊക്കെ റേഞ്ചിലായിരിക്കും വന്നുണ്ടാവട്ടെ ചായ ഗ്ലാസ്. സർവത്ത് ഗ്ലാസ്സിനാണ് നമുക്ക് 20 രൂപ റേറ്റ് ഒക്കെ വരുന്നത്, 18 രൂപ 20 രൂപ റേറ്റ് വരുന്നത് സർവത്തിന്റെ ഗ്ലാസ്സുകൾ. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടെയ്നേഴ്സ് ആണോ? കണ്ടെയ്നറുകൾ, ഈ വൈറ്റ് ഇതിൽ വെട്ട കണ്ടെയ്നറുകൾ. നമുക്കത് പല സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാം, പിള്ളേരുടെ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാം, പിന്നെ മരുന്നുകൾ ഇട്ട് വയ്ക്കാം. അങ്ങനെ പല ഒരു വീട്ടിലൊരു രോഗി ഉണ്ടെങ്കിൽ അവർക്കിടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റിയ ഓരോ ടിന്നുകൾ ഈ മെഡിക്കൽ ഷോപ്പുകളിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ സൈസ് സാധനങ്ങൾ. ഇതിനൊക്കെ റേറ്റ് എങ്ങനെയായിരിക്കും? ഇതിനൊക്കെ വരുന്നത് ഒരു 175 രൂപ. ഇത് ഇതില്ല. അതിന്റെ തന്നെ ചെറുതിന് വരുന്നത് 54 രൂപയൊക്കെ. അതിന്റെ ഇത് തന്നെ പല വലുപ്പത്തിന്റെയും പല മോഡലുകളും ഉണ്ട് കേട്ടോ. അത് ഇത് ഇവിടെ കാണാൻ പറ്റും പല ടൈപ്പ് മോഡലുകളും. ടൈപ്പ് മോഡലുകൾ കണ്ടോ, പല ടൈപ്പ് മോഡലുകളുണ്ട്. അതിന്റെ ട്രാൻസ്പെറന്റ് ഉണ്ട്, പല ടൈപ്പ് ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ വേണ്ടവർ ഇവിടെ. ചെറുതിന് എത്രയായിരിക്കും ഏറ്റവും ചെറുതിന്? ഏറ്റവും കുഞ്ഞിക്ക് വരുന്നത് 8 രൂപ വരുന്നുള്ളൂ. 8 രൂപ കേട്ടോ അത് ഏറ്റവും ചെറുത്. പിന്നെ അത് കഴിഞ്ഞ് മാറി അതിന്റെ റേറ്റ്. അതിന്റെ തന്നെ കളറുകളാണ്. നമ്മളെ ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ പറ്റിയ സൈസ് സാധനങ്ങൾ വെക്കാൻ പറ്റിയത്. അങ്ങനെ അതിന്റെ തന്നെ പല കളറുകളും അവൈലബിൾ. പിന്നെ ഇതൊക്കെ ഗോൾഡ് സൂക്ഷിക്കാൻ പറ്റിയത്, മെഡിക്കൽ ഈ ആൾക്കാർ സ്വർണ്ണക്കടയിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ സാധനങ്ങൾ, കള്ളിക്ക് ആയിട്ടുള്ളത്, കമ്മല് വള മാലയൊക്കെ സൂക്ഷിക്കാൻ പറ്റിയ അങ്ങനത്തെ ടൈപ്പുകൾ. അപ്പൊ കണ്ടെയ്നേഴ്സുകൾ അങ്ങനെ ഒരുപാട് ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് ബോട്ടിലുകളല്ലേ, പല ടൈപ്പ് പല ടൈപ്പും ബോട്ടിലുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ എത്രയായിരിക്കും വരുന്നുണ്ടാവുക? ഈ ബോട്ടിൽ വന്ന് 88 രൂപ വരുന്നുള്ളൂ. നല്ല ക്വാളിറ്റി സാധനം 88 രൂപയ്ക്ക് വരുന്നുള്ളൂ. ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റി വരുമ്പോ 32 രൂപയ്ക്ക് വരുന്നുള്ളൂ. ഇതിനൊക്കെ നല്ല അടിപൊളി ബോട്ടിലുകൾ. ഇത് മോഡലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഏത് മോഡൽ വന്ന് ചോദിച്ചാലും കിട്ടുക, ഇഷ്ടം പോലെ മോഡലുണ്ട്. ഈ മോഡൽ വരുമ്പോ 55 രൂപ വരുന്നുള്ളൂ. 55 രൂപ കേട്ടോ ഈ ഒരു ടൈപ്പ് പറഞ്ഞത്. അങ്ങനത്തെ വലിയ ബോട്ടിലുകളും പല ടൈപ്പ് സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ചെറുത് മുതൽ വലുത് വരെ ഇഷ്ടംപോലെ ടൈപ്പ് ബോട്ടിലുകൾ ഇവിടെ അവൈലബിൾ ആണ്. കണ്ടോ, ബോട്ടിൽസ് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ എത്രയായിരിക്കും? ഇതിന് വരുന്നത് 98 രൂപ വരും. 98 രൂപ കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത്. ആ ഒരു ടൈപ്പ് കൂടി ഉണ്ട്. പിന്നെ ഇതെന്തായിരുന്നു സംഭവം? ഇത് നമ്മൾ ഈ കുളിമുറിലൊക്കെ വെള്ളം വെക്കാനായിട്ട് പിന്നെ അലക്കാനൊക്കെ ഉപയോഗിക്കണില്ലേ, വട്ടയാന്ന് പറയും പ്ലാസ്റ്റിക്കിന്റെ. ഇതിന് എത്ര വരുന്ന റേറ്റ്? ഇതിന് വരുന്നത് ഒരു 230 രൂപയൊക്കെ വരുന്നുള്ളൂ. 190. ഇത് ഫസ്റ്റ് നല്ല ക്വാളിറ്റി കമ്പനി, നല്ല ക്വാളിറ്റി കമ്പനി സാധനങ്ങളാണ്. പിന്നെ ഇത് ബേസിനുകള്. അത് ഇപ്പം വെള്ളമൊക്കെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനൊക്കെ ആയിട്ട് വെള്ളമൊക്കെ വെക്കാൻ പറ്റിയ ഒരു 110 രൂപ. അതിന്റെ തന്നെ പല ടൈപ്പ് പല വിലയുടെ സാധനങ്ങളുണ്ട്. ഇവിടെ ചെറിയ കുഞ്ഞു കുപ്പികളല്ലേ, കുഞ്ഞ് ഇതുകളുണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ നെയ്യൊക്കെ നിറയ്ക്കാനായിട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റിയതേ. അമ്പലങ്ങളിലേക്ക് കടകളിലേക്ക് ഒരു വീട്ടുകാരൊക്കെ കൊണ്ടുപോകില്ലേ, അതിന്റെ തന്നെ. പിന്നെ ഇതൊക്കെ അച്ചാറുകൾ ഇടാനായിട്ട്. ഇതും പല ഇതിനും നമുക്ക് ഉപയോഗിക്കാം. നെയ്യ് ഇട്ട് വയ്ക്കാൻ കൊണ്ടുപോകാം, അച്ചാറുകൾ ഇടാം. അങ്ങനെ പല മോഡലിനും ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പ് അതിന്റെ തന്നെ മോഡലുകളാണ് ഇതൊക്കെ. അതിന്റെ തന്നെ വലുപ്പമുള്ള സൈസ്, അച്ചാറൊക്കെ ഇടാൻ പറ്റിയ പൊടികൾ, അച്ചാറൊക്കെ ഇടാൻ പറ്റിയ സൈസുകളൊക്കെ അങ്ങനത്തെ ടൈപ്പുകൾ ഇവിടെ ഉണ്ട്. ഇത് ചെറിയ ബേസിനാണ് പറഞ്ഞത്, ചെറുത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഇതിനൊക്കെ എത്രയായിരിക്കും ഉണ്ടാവുക? ഇതൊക്കെ നല്ല കമ്പനി സാധനം 22 രൂപ വരുന്നുള്ളൂ. 22 രൂപ കേട്ടോ ഇതിന്റെ റേറ്റ് പറഞ്ഞത്.
അതുകൂടെ പിന്നെ ഈ ബോക്സുകളുണ്ടാ ഇത് നമ്മൾ ഈ അടക്കം കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ സൂക്ഷിക്കാൻ വലിയവരെയും കുട്ടികളുടെയൊക്കെ ഡ്രസ്സുകൾ സൂക്ഷിച്ച് വയ്ക്കാൻ ഇടാൻ പറ്റിയ പറ്റിയ സൈസ് ബോക്സുകളാണ്. ഇതിന്റെ ഒരെണ്ണത്തിന്റെ റേറ്റ് വരുന്നത് 255 രൂപ വരണുള്ളൂ. ഇത്രയും വലിയ കണ്ടെയ്നറിന് 255 രൂപ വരുന്നത്. അതിന്റെ റേറ്റ് വന്നത്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് നോക്കാം, ഇത് മറ്റേ ഇതല്ലേ ഗ്രോ കവർ, ചെടികൾ വിത്ത് പാവാൻ പറ്റിയതുണ്ട്, ചെടികൾ വെക്കാൻ പറ്റിയത്. റേറ്റ് വരുന്നത് ഗ്രോ ബാഗ് 150 രൂപയാണ് ഒരു കിലോനാണ്. കിലോ കണക്കാട്ടോ ഇതിന്റെ റേറ്റ് പറഞ്ഞത്. ഒരു കിലോന് 150 രൂപയായിരിക്കും ഇതിന്റെ റേറ്റ് വരണ്ടാവുക. ഇത് കോഴിക്ക് വെള്ളം കൊടുക്കണതുണ്ട്, തീറ്റ കൊടുക്കണതുണ്ട്. ഇതൊരു 150 രൂപ 130 രൂപ റേഞ്ചൊക്കെ വരുന്നുള്ളൂ ഇതിന്റെ റേറ്റ് വരണ്ടാവുക. അതുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് ഇത് വലിയ കൊട്ടയാന്ന് തോന്നുന്നില്ലേ? ഇതൊരു 300 രൂപയൊക്കെ ഏകദേശം വരും. ആൾക്കാർ അമ്പലിടാനായിട്ട്. അത് നമ്മളിവിടെ ഓരോ വീട്ടുകാരുടെ ഓരോ ആവശ്യം കൂടുതൽ വാങ്ങും. അമ്പലിടാനും ഇങ്ങനെയൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം. പിന്നെ നമ്മൾ നേരത്തെ അവിടെ ഫ്രണ്ടിൽ കണ്ട ചവിട്ടി ഉണ്ടല്ലോ, അതിന്റെ ചെറുതുകളാണ് ഇത്. കടയുടെ മുമ്പിലൊക്കെ കടയുടെ ഫ്രണ്ടിലൊക്കെ ഇടാൻ പറ്റിയ സൈസ്. ഇത് എത്രയായിരിക്കും റേറ്റ് വരുന്നുണ്ടാവുക? ഇതിനൊക്കെ ഒരു 120 രൂപ 85 രൂപ ഒക്കെ ആ റേഞ്ച്. അത് വലുപ്പത്തിന്റെ അനുസരിച്ചായിരിക്കും റേറ്റ് വരുന്നത്. അങ്ങനത്തെ കുറെ ഇവിടെ അവൈലബിൾ ആണ്, ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് ബാത്റൂം കഴുകണ ചൂലാന്ന് തോന്നുന്നില്ല. ബാത്റൂം കഴുകണ ചൂല്, ബാത്റൂം കഴുകണ ചൂല്. ബാത്റൂം അടിച്ചു ഇതിന് എത്ര വരുന്നത്? 60 രൂപ വരുന്നു. 60 രൂപ അതിന്റെ റേറ്റ് വരുന്നുണ്ടാവുക. പിന്നെ ഇത് മറ്റേ കർട്ടന്റെ ഇതാണോ അതോ അല്ല? ബാത്റൂമിൽ തന്നെ തോർത്തുമുണ്ടൊക്കെ ഇടാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന അവിടെ പിടിപ്പിക്കുന്ന സ്റ്റാൻഡ് പോലത്തെ. ഇതിന് ഒരെണ്ണത്തിന് എത്രയൊക്കെ ആയിരിക്കും റേറ്റ്? സ്റ്റീലിന്റെ വരുമ്പോ 100 രൂപ വരുന്നുണ്ട്. മറ്റേത് ഇത് പ്ലാസ്റ്റിക്കിന്റെ വരുമ്പോ ഇതിന് 80 രൂപ വരുന്നുള്ളൂ. പ്ലാസ്റ്റിക്കിന്റെ ഇത്രയും വലിപ്പമുള്ളതിന് തന്നെ 80 രൂപ വരുന്നു. നമ്മളൊക്കെ ഹോൾസെയിൽ റേറ്റ് ആണല്ലോ ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ അതുണ്ട് ഇവിടെ പ്ലാസ്റ്റിക്കിന്റെ 80 രൂപ ആ റേഞ്ചിനൊക്കെ ആയിരിക്കും മണ്ണുണ്ടാവുക. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് ബ്രഷുകളല്ലേ, ഇതൊക്കെ പൊടി തൂക്കാനുള്ള ബ്രഷുകളാണുള്ളത്. പൊടി തൂക്കാൻ പറ്റിയ ബ്രഷുകളുണ്ട്. ഇതിനൊക്കെ എത്രയായിരിക്കും മണ്ണുണ്ടാവുക? ഇതിന് 45 രൂപ വരുന്നുണ്ട്. 45 രൂപ കേട്ടോ പൊടി തൂക്കാനുള്ള ബ്രഷുകൾ. ബാത്റൂം അരച്ച് കഴുകണത് ഇതിന് ഒരു 60 രൂപ, ഏകദേശം 60 രൂപയൊക്കെ വരുന്നുള്ളൂ. ബാത്റൂം അരച്ച് കഴുകുന്ന ടൈപ്പ് സാധനം ഉണ്ട് കേട്ടോ അവിടെ. അതുണ്ട് 60-65 രൂപ റേറ്റ് ഒക്കെ വരുന്നുള്ളൂ. അതിന്റെ തന്നെ മോഡലുകളാണ്. ഇത് വൈപ്പറും കൂടിയിട്ട് ഉള്ള വെള്ളം പോവാനും പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് വെള്ളം പോകാനായിട്ട് അപ്പൊ ഡ്രൈ ആയി കിടക്കൂല, പഠിച്ച് അതിന്റെ തന്നെ 3 മോഡലുണ്ട്. ഇതിന് എത്രയാ വരണേ? ഇതിന് 125 രൂപ വരുന്നുള്ളൂ. 125 രൂപ ആയിരിക്കും അതിന്റെ റേറ്റ് വരണ്ടാവുക. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് എന്തായാലും സംഭവം, ഇത് നമ്മൾ ഈ സിമെന്റ് മണലൊക്കെ കോരാനായിട്ട് ആൾക്കാർ കൊണ്ടുപോകില്ലേ, അതിന്റെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ തന്നെ ചട്ടികൾ. അതിന് എത്ര റേറ്റ് വരുന്നത് പ്ലാസ്റ്റിക് ചട്ടിക്ക്? ഇതിന് വരുന്നത് 80 രൂപയാണ് ഈ ഒരു ചട്ടിക്ക് വില വരുന്നത്. 80 രൂപ പ്ലാസ്റ്റിക്കിന്റെ ചട്ടിയുടെ റേറ്റ്. അതുണ്ട് ഇവിടെ. പിന്നെ നോക്കുകയാണെങ്കിൽ സ്റ്റീലിന്റെ കണ്ടെയ്നേഴ്സ് അല്ലേ, സ്റ്റീലിന്റെ കണ്ടെയ്നറുകൾ. ഇതിന്റെയൊക്കെ റേറ്റ് വരുന്നത് ഏറ്റവും വലിയ വില വരുന്നത് ഇത് 1200 വരുന്നുണ്ട്. 1200-210 രൂപയൊക്കെ വരുന്നുണ്ട് ഏറ്റവും വലിയതിന്. പിന്നെ അതിന്റെ ചെറിയ ഐറ്റങ്ങളൊക്കെ വരുമ്പോ, ഏറ്റവും ചെറുതുകളൊക്കെ വരുമ്പോ ഇതിന് വരുമ്പോ 790 രൂപയൊക്കെ വരുന്നുള്ളൂ. ഒരു 800-700 ഒക്കെ വരുന്നുള്ളൂ. അത് വലുപ്പത്തിന്റെ അനുസരിച്ച് നമുക്ക്. പിന്നെ സ്റ്റീലിന്റെ ഇതനുസരിച്ച് നമ്മൾ തൂക്കണല്ലോ സ്റ്റീല്, അപ്പൊ അതനുസരിച്ചൊക്കെയുള്ള റേറ്റ് ഉള്ളൂ. ഇത് 660 രൂപ വരുന്നുള്ളൂ ഇത്രയും വലിയ സാധനത്തിനൊക്കെ. ഇത് ഇതുപോലെ കണ്ടെയ്നർ തന്നെയാണോ? ഇത് അതേപോലത്തെ തന്നെ നമ്മൾ നമ്മുടെ വീടുകളിലേക്ക് ഓരോ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ സൈസ് 375 രൂപയ്ക്ക് റേറ്റ് വരുന്നുള്ളൂ. ഹോൾസെയിൽ റേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. 375 രൂപ. അതിന്റെ തന്നെ വലുതാണ് ഈ മോഡല്. ഇതിന്റെ 830 വരുന്നുള്ളൂ. ഇത് ഇത്രയും വലിയ സാധനത്തിന് തന്നെ 830 വരുന്നുള്ളൂ. 830 ആയിക്കോട്ടെ അതിന്റെ റേറ്റ് വരണ്ടാവും. അങ്ങനെ നമുക്ക് സ്റ്റീലിന്റെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കണ്ടെയ്നേഴ്സ് സ്റ്റീലിന്റെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇത് എന്തായിരുന്നു സംഭവം? കറി കൊണ്ടുപോകാൻ പറ്റിയ പാത്രം. നമ്മൾ ഇപ്പൊ വീടുകളിലേക്ക് അതിൽ എന്തെങ്കിലും കറിയൊക്കെ വെച്ച് മേശാമ വെക്കാനായിട്ടേ, ഡൈനിങ് ടേബിളിലൊക്കെ വെക്കാൻ, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാൻ, പാകത്തേക്ക് നമ്മൾ കറികളിലേക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇതിന് 60 രൂപയുള്ളൂ. 60 രൂപയുള്ളൂ. അതിന്റെ തന്നെ പല മോഡലുകളും ഉണ്ട്. വലിയതുണ്ട്, ചെറുതുണ്ട്, പല ടൈപ്പ് ഉണ്ട്. പിന്നെ ഇതിനൊക്കെ വരുന്നത്
420 രൂപയൊക്കെ വരുന്നുള്ളൂ ഈ സാധനത്തിനൊക്കെ. ഇത്രയും വലിയ ചട്ടിക്കൊക്കെ വലിയതല്ലേ, വലിയ നമുക്ക് ചോറൊക്കെ ഫ്രിഡ്ജിൽ വെക്കാൻ ചോറൊക്കെ ഫ്രിഡ്ജിൽ വെക്കുക. നമുക്ക് നമ്മൾ മേശാമ കൊണ്ടുവന്നായാലും നമുക്ക് ചൂടാറാണ്ടിരിക്കും. ചോറൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ തന്നെ വലിപ്പം ചെറുപ്പം പല ടൈപ്പുകളുണ്ട് അവിടെ. പല ടൈപ്പ് സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ്. പിന്നെ ഈ ഐറ്റം തന്നെ നമുക്ക് പല ടൈപ്പുകളും പല നല്ല മോഡലുകളുണ്ട്. ഇതിന്റെ മോഡലാണ് ഇത്, വേറൊരു മോഡലാണ് ഇത്, അതിന്റെ തന്നെ ഡിസൈനുള്ള ഒരു മോഡലുകളാണ് അത്. ഇത് വെറും പ്ലെയിൻ ആയിട്ട് അതും ഡിസൈൻ ആയിട്ടുള്ളത്. അങ്ങനെ മോഡലുകൾ വേറെ വരുന്നുണ്ട് കേട്ടോ. അതുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് കലമല്ലേ, സ്റ്റീലിന്റെ കലം. ഇതൊക്കെ എത്ര മുതലേക്കും സ്റ്റാർട്ട് ചെയ്യണ്ടാവുക? ഇത് ഷർട്ടിന് 960 രൂപ തുടങ്ങി വരുന്നുണ്ട്. അല്ല 360, സോറിട്ടാ, 360 രൂപ മുതലായിരിക്കും. 360 രൂപ. ഏറ്റവും ചെറുതിന് തുടങ്ങി 360 രൂപ. പിന്നെ ഏറ്റവും വലിയതിന് ഇതിന് വന്നത് 420 രൂപ. ഈ വലിയതിന് 420 ആയിരിക്കും. ഈ ഒരു 420 രൂപ വരും ഇത്രയും വലിയ കാലത്തിന്. വലിയ കാലത്തിന് ആ ഒരു റേഞ്ചിലേക്ക് റേറ്റ് വന്നു. ഇത് എന്തായിരുന്നു സംഭവം? ഏതാ ഇത്? നമ്മള് സാധനങ്ങളൊക്കെ ഇട്ട് വെച്ച് നമുക്ക് ചൂടാറാണ്ടൊക്കെ ഇരിക്കും. ഇത് എത്രയാണ് റേറ്റ് വന്നതിന്റെ? ഇതിന്റെ വന്നത് 1700 രൂപ വരുന്നുണ്ട്. 1700 രൂപ. അതിന്റെ തന്നെ പല സൈസ് ഉണ്ടെന്ന് തോന്നുന്നു. അതിന്റെ തന്നെ 3-4 ടൈപ്പ് ഉണ്ട്. 3-4 ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മോഡല്, പിന്നെ ഈ ഒരു മോഡല്, ഇതിന്റെ അങ്ങനെ പല ചായ വെക്കുന്ന കെറ്റില്, ചായയുടെ കെറ്റില്. അതിനൊക്കെ എത്രയായിരിക്കും റേറ്റ് വന്നത്? ചായയുടെ കെറ്റിലിന് തന്നെ റേറ്റ് ഇത് പുതിയത് വന്നത്. അപ്പൊ പുതിയത് വന്നേക്കണ റേറ്റ് ഇട്ടിട്ടില്ല. കുഴപ്പമില്ല. ഇവിടെ അതിന്റെ റേറ്റ് നിങ്ങൾ ഇവിടെ വരുമ്പോ അറിയാം. ഇതിന് വരുന്നത് 2300. ഇതും ചായയുടെ തന്നെയല്ലേ? അതും ചായയുടെ തന്നെ. അതിന്റെ തന്നെ 2300. ഇതും പുതിയത് വന്ന മോഡലുകൾ തന്നെയാണ് ഇപ്പൊ വന്നത്. പിന്നെ ചായ വെക്കുന്ന സോസ്പാനായിട്ട് വന്നത്. ഇതിന് 240 രൂപയുള്ളൂ. ഒരു 10 ഗ്ലാസ്സിന് കൂടുതൽ കൊള്ളും ചായ വെക്കുന്ന. ഒരു 240 രൂപ വരുന്നുള്ളൂ. അതിനേലും വലിയതുണ്ട് കേട്ടോ. അതെ, അതിന്റെ വലിയത് തന്നെ ഈ മോഡല്. കുറച്ചും കൂടെ വലിപ്പമുള്ള മോഡല്. ഇതിനെത്ര പറഞ്ഞേ? ഇതിന് വന്ന് 280 രൂപ വരുന്നു. ഇത്രയും വലിയതിന് 10-15 ഗ്ലാസ് ചായ, 15 ഗ്ലാസ്സിലായാലും കൂടുതൽ കൊള്ളും. 280 രൂപയൊക്കെ വരുന്നു. ഇത് പാലിന്റെ പാത്രം തോന്നുന്നല്ലേ? പാല് കൊണ്ടുപോകാൻ പറ്റിയ സൈസ് പാത്രങ്ങള്. പാല് അത് എത്രയായിരിക്കും റേറ്റ് ഉണ്ടാവുക? 315 രൂപ റേറ്റ് വന്നത്. പാല് മേടിക്കുന്ന പാത്രം.